എന്താ അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? ഈ തറവാട് കുളം തോണ്ടാൻ ഒരുത്തനെത്തി കഴിഞ്ഞു. ഹോട്ട് ലൈനിൽ വിളിക്കലും ചരമ വീടുകളിലുള്ള സന്ദർശനത്തിനും അപ്പുറമായിട്ട് രാഹുലും ഈ പുരുഷ കേസരികളും എന്ത് വെൽഫെയർ ആണ് പുരുഷന്മാർക്ക് മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. 1 രൂപയുടെ ഉപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ 3,17,000 രൂപ കൊണ്ട് കൊടുത്തു. അതാണ് വ്യത്യാസം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഇതേ ഉള്ളൂ. ഒരൊലക്ക കിട്ടുമോ? ഓലക്കയോ? ഓലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? പോലും ഇല്ലാത്ത നാട്ടിൽ നിന്നാണ് പറയുന്നത്. പോയി ചത്തുടടാ. കുട്ടികളെയും അതേപോലെ തന്നെ വനിതകളെയും പീഡിപ്പിക്കുന്നതും ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഈ വനിതാ കമ്മീഷൻ നിലനിൽക്കുക തന്നെയാണ്. അവിടെ പരാതി കൊടുത്താലും നമ്മൾക്ക് ഒരു നീതിയും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. നന്നായിട്ടുണ്ട്. പുരുഷ കമ്മീഷൻ വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. വനിതാ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടെന്നാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ, പോലീസ് ഉണ്ടായിട്ടും ഇത് തന്നെയാണ് കോടതി ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ. അതുകൊണ്ട് കോടതി വേണ്ടേ? ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്, മെയിൽ ഷോവിനിസവും തെറ്റാണ്. ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്. ഫീമെയിൽ ഷോവിനിസവും തെറ്റാണ്. ഫീമെയിൽ നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. You are father and brother. You are father and brother. അതേപോലെ എനിക്ക് അമ്മയും മകളും സഹോദരിയുണ്ട്. ഫീമെയിൽ ഷോവിനിസമാണോ താങ്കൾ പറയുന്നത്? താങ്കൾ ഫീമെയിൽ ഷോവിനിസമാണോ? ഫീമെയിൽ ഷോവിനിസമാണോ പറയുന്നത്? കുറയ്ക്കട്ടെ, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. വേശ്യാലയങ്ങൾ ഇവിടെ വന്നു. എന്നാൽ രാഹുൽ ഈശ്വരൻ തൊട്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല. സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ വന്ന കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടെത്താൻ വേണ്ടിയല്ലേ പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാ ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധവുമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എന്റെ വേളാങ്കണ്ണി മാതാവേ, കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇടപെടാൻ ശേഷിയുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. മനുഷ്യാവകാശ കമ്മീഷൻ പോരെ? സ്ത്രീകൾ മനുഷ്യരല്ലേ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? നമ്മുടെ നാട്ടിലെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സെക്കൻഡ് സാർ, അദ്ദേഹത്തോടല്ലേ ചോദ്യം. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസർ പെൺകുട്ടികളുടെ കോപ്പി അടി കണ്ടുപിടിച്ചു. അപ്പൊ ഈ 5 പെൺകുട്ടികളും കൂടെ എന്ത് ചെയ്തു? ഇയാൾ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. 11 വർഷം അയാൾ നിയമപോരാട്ടം നടത്തി, 3 വർഷം ജയിലിൽ കിടന്നു. രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകൻ 7 വർഷം പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു ജയിലിൽ കിടന്നു. കോടതി കണ്ടെത്തി പ്രഗ്നന്റും ആയില്ല, റേപ്പ് ചെയ്തിട്ടില്ല, അബോർട്ട് ചെയ്തിട്ടില്ല എന്ന്. ആ പെൺകുട്ടി മാർക്കിന്റെ കാര്യത്തിൽ തർക്കം തീർക്കാൻ വേണ്ടി പോക്സോ കൊണ്ട് കൊടുത്തതാണ്. എനിക്കും തോന്നിയത് 7 വർഷം ജയിലിൽ കിടന്നു. ഇതേപോലെ വ്യാജ പോക്സോ ഒക്കെ കിട്ടി നമ്മുടെ മക്കൾ 20 വർഷം ജയിലിൽ കിടക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? നമ്മുടെ മരണപ്പെട്ട ദീപകിനെ പോലെയുള്ളവർ SK നിരപരാധികളാണെങ്കിൽ രാഹുൽ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഏതെങ്കിലും സ്ത്രീധന പീഡന അല്ലെങ്കിൽ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും അടക്കം നിലപാട് പറയാൻ അനുശോചിക്കും. ദീപക് മരിച്ചപ്പോൾ ഞങ്ങൾ അടക്കം കുറച്ചുപേരല്ലാതെ ആരെങ്കിലും അനുശോചിച്ചു? 1 രൂപ ദീപകിന്റെ വീട്ടിൽ കൊടുക്കാൻ അവനും അച്ഛനും അമ്മയില്ലേ? ആരെങ്കിലും പോയോ? ഞങ്ങൾ 3,17,000 രൂപ കൊണ്ട് കൊടുത്തു. ആരെങ്കിലും ദീപകിന്റെ വീട്ടിൽ പോയോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പോയോ? ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ പോയോ? പോകാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. സത്യം മാത്രം. ഞാൻ പോയിരുന്നു അന്ന്. ഞാൻ പോയ അന്ന് കുറെ സമയം ഞാൻ അവരെ ഞാൻ കരഞ്ഞു. അവര് മാഡത്തിനോട് നന്ദി പറഞ്ഞോട്ടെ. 1, മാഡം പോയത് വലിയ കാര്യമാണ്. 2, ജുഡീഷ്യറിയെ നമുക്ക് വിശ്വസിക്കാം. വേറെ ആരെയും വിശ്വസിക്കാം? 100% ഞാൻ യോജിക്കുന്നു.
എന്റെ മാഡം അങ്ങനല്ല. നാളെ രാഹുൽ ഈശ്വർ പോകുന്നതിന് പകരം ഒരു മെൻസ് കമ്മീഷൻ അവിടെ പോയി അവരാൽ കഴിയുന്ന പിന്തുണ സപ്പോർട്ട് കൊടുക്കണം. മാഡവും ഞാനും പോയി അവരുടെ കൂടെ നിന്ന് കരയാനല്ലേ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രകാരം ഏറ്റവും അധികം കള്ളക്കേസുകളിൽ റിമാൻഡിൽ ജയിലിൽ കിടക്കുന്നത് ദളിതരും മുസ്ലിങ്ങളുമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. ഇവര് പുരുഷന്മാർ തന്നെയാണ്. ഓക്കെ, അതെ. ഈ പുരുഷന്മാരെ പറയട്ടെ, ഈ പുരുഷന്മാരെ കള്ളക്കേസുകളിൽ ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും റിലീജിയന്റെ പേരിലും ജയിലിലാക്കിയിരിക്കുന്നത് മറ്റു പുരുഷന്മാരാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഈ വിഷയത്തോട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്ന ആണോ? ഭയങ്കര. നമ്മുടെ കന്യാസ്ത്രീമാർ 9 ദിവസം ജയിലിൽ കിടന്നു. സിദ്ദിഖാപ്പൻ 1.5 വർഷം ജയിലിൽ കിടന്നു. ഇങ്ങനെ അടക്കം ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനോട് 100% ഒരു സെക്കൻഡ് അതിനോട് യോജിക്കുന്നു. പക്ഷെ ആ വിഷയമല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പലപ്പോഴും അത് വേണ്ടെന്ന് ആര് പറയുന്നു? അത് യോജിപ്പാണ്. അത് വേണ്ടെന്ന് ആര് പറയുന്നു? അതിനോടൊക്കെ യോജിപ്പാണ്. അത് വേണ്ടെന്ന് ആര് പറയുന്നു? പൊതുവാൾജി എനിക്കിനെ ചോര തിളക്കണ്ടോ? നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം. ദീപക് ഷിംജിതയുടെ ഒരു വീഡിയോ ചിത്രീകരിച്ചു. ഷിംജിത അതിൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്തു. അടുത്ത ദിവസം ദീപക് അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് ഷിംജിത ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം എല്ലാ പാർട്ടിക്കാരും അവിടെ ക്യൂ നിൽക്കുമായിരുന്നു ഷിംജിതയുടെ വീട്ടിൽ കാണാൻ. ദീപകിന്റെ പേരിൽ വെറുതെ ഒരു ഫേസ്ബുക്ക് അനുശോചനമെങ്കിലും എഴുതിയോ? ഇല്ല. ഇത് ഇവരുടെ ഉള്ളിലും അറിയാം. പക്ഷേ പുരുഷ കമ്മീഷനെ എതിർത്താലേ ഞങ്ങൾക്ക് ഫെമിനിസ്റ്റ് പട്ടം കിട്ടൂ, പുരോഗമന ലിബറൽ പട്ടം കിട്ടൂ എന്ന് പറഞ്ഞ് മനുഷ്യത്വമില്ലാതാണ്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.